സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി ഇരിങ്ങാലക്കുട ടൗൺ കോർപ്പറേറ്റ് ബാങ്ക് നിക്ഷേപകർ. കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് മുന്നിലാണ് നിക്ഷേപകർ പ്രതിഷേധം നടത്തിയത്. അതേസമയം പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. മുൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന MB ജാക്സൺ ITU ബാങ്കിന്റെ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്നത് 36 വർഷത്തോളമാണ്. ഈ കാലയളവിലാണ് ബാങ്കിൽ സമാനതകളില്ലാത്ത ക്രമക്കേട് അരങ്ങേറിയത്. മൂല്യമില്ലാത്ത ഈടുകൾ വാങ്ങി തോന്നും പോലെ പലർക്കും വൻതുക വായ്പയായി നൽകി. വായ്പകൾ കൈപ്പറ്റിയ MB ജാക്സന്റെ സ്വന്തക്കാരും കോൺഗ്രസ് പ്രവർത്തകരും തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെ ബാങ്കിന് കോടികളുടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. തുടർന്നാണ് ബാങ്കിന് മേൽ RBI കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതോടെ ലക്ഷങ്ങൾ നിക്ഷേപിച്ച സാധാരണക്കാർക്ക് ഈ തുക പിൻവലിക്കാൻ കഴിയാതെ വന്നു. ഇതിന് പിന്നാലെ ഇരിഞ്ഞാലക്കുടയിൽ നിക്ഷേപകർ നടത്തിയത് വലിയ പോരാട്ടമാണ്. ഇതിന്റെ ഭാഗമായി ഇരിഞ്ഞാലക്കുട നഗരസഭയ്ക്ക് മുന്നിൽ നിക്ഷേപകർ സമാധാനപരമായി സമരം സംഘടിപ്പിച്ചിരുന്നു. നഗരസഭയിൽ നിവേദനം നൽകാൻ 100ഓളം നിക്ഷേപകർ അടങ്ങുന്ന സംഘം എത്തിയപ്പോൾ പോലീസ് ഇവരെ തടഞ്ഞു. പിന്നീട് ചർച്ചകൾക്കൊടുവിൽ നിവേദനം നൽകി നിക്ഷേപകർ തിരികെ മടങ്ങുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നിക്ഷേപകരെ കൂക്കി വിളിച്ചു. ഇത് പകർത്തിയ ഇരിഞ്ഞാലക്കുടയിലെ മാധ്യമ പ്രവർത്തകരെയാണ് കോൺഗ്രസ് പ്രവർത്തകരും ഗുണ്ടകളും ചേർന്ന് കയ്യേറ്റം ചെയ്തത്. വരും ദിവസങ്ങളിൽ MB ജാക്സനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം. ജനം, തൃശൂർ.